ഒരു ഫുൾ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ, യാത്രക്കിടയിൽ, സംസാരങ്ങൾക്കിടയിൽ, ഈവൻ വീട്ടിലെത്തിയാൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾക്കിടയിൽ വീട്ടുകാരോട് സംസാരിക്കുന്നത് പോലും നമ്മളറിയാതെ ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു സമാധാനപരമായ ഒരു എക്കോസിസ്റ്റത്തെ ഇത് തകർക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മ എന്നോട് ഇടക്ക് ബന്ധുക്കളിലെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ഒരു വിഷയം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു ചോദ്യം ചോദിക്കും, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ എന്നോട് ചോദിക്കുന്നതാണ്, ഇവിടെ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾക്ക് എന്തേ അമ്മ, അല്ല എന്നോടൊരു കാര്യം പറയാനായിരുന്നു. ഫിസിക്കലി ഉണ്ടോ എന്നുള്ളതല്ല, നമ്മളെ അമ്മേൻ്റെ മോളെ കല്യാണം പറയാനായിരുന്നു. അപ്പോൾ ഫിസിക്കലി ഞാൻ അവിടെ ഉണ്ട്, ഇപ്പം മെൻ്റലി ഉണ്ടോ എൻ്റെ. അപ്പോൾ ഇനി ഉമ്മ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ, ഉമ്മ നേരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അടുക്കളയിൽ. അപ്പോൾ ഉമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഉമ്മ പറയല്ല, അവൻ കേൾക്കണില്ല. അപ്പോൾ വൈഫ് പറയും, ഉമ്മ മൂപ്പരിവിടെ ഉണ്ടോ എന്നൊന്ന് ആദ്യം ചോദിച്ചോളൂ എന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കും, നമ്മളറിയാതെ സഞ്ചരിക്കും. അപ്പോൾ ആ കോഴ്സിൻ്റെ ഭാഗമായി സോഷ്യൽ കോഴ്സിൽ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നൊരാഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അവിടെ എത്തിപ്പെടുമ്പോൾ പിന്നെ സ്വാഭാവികമായി ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാവുകയാണ്. നമുക്കതുവഴി നമ്മൾ ഭയങ്കരമായൊരു ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ട്. സംഘർഷമുണ്ട് അതിനകത്ത്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്കൊരു തരം ആത്മീയമായ ഒരു സുഖം, ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഡിവൈസസ് തരുന്ന ഈ ലക്ഷറികൾ, ആഡംബരങ്ങളൊക്കെ മനുഷ്യന് കൊടുക്കുന്നതിനേക്കാളും വലിയ ആനന്ദം സാമൂഹികമായ പ്രശ്നങ്ങളുടെ കൂടെ, നമ്മൾ ജീവിക്കുന്ന കാലത്തെ സംഘർഷങ്ങളുടെ കൂടെ അത് പരിഹരിക്കാനുള്ള ഒരു മിഷൻ്റെ ഭാഗമായി നമ്മൾ ഇറങ്ങി നടക്കുന്ന ഒരു നടത്തുണ്ട്. ആ നടത്തം നമുക്ക് തരുന്ന ഭയങ്കരമായൊരു സെൽഫ് റെസ്പെക്റ്റ്, ഭയങ്കരമായൊരു ധൈര്യം, അത് ഭയങ്കരമാണ്. അതിൻ്റെ മധുരം അറിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രലോഭനങ്ങളിലേക്കും നമ്മൾ പോകൂല എന്ന് മാത്രമല്ല, നമ്മുടെ സ്കിൽ സെറ്റ് പോലും അതിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പം ഞാൻ സത്യത്തിൽ എൻ്റെ സ്കൂൾ ജീവിതകാലത്തൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി, മീൻസ് ഒരു ഇൻട്രോവേർട്ടാണ്. ഇൻഫീരിയോറിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് ക്രൗഡിലേക്കൊന്നും അങ്ങനെ പോകാൻ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പിന്നെ എന്നെ ലൈവ് ലൈറ്റിൽ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ കൂടെ പഠിച്ച ഫൈസൽ ബാബു ആണോ എങ്ങനെ. അപ്പം നമ്മളൊരു സർക്കിളിൽ മാത്രം. അപ്പം